ഞാൻ ഡോക്ടർ എ രാജീവ്, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാറിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസറും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഞാൻ ഇന്ന് പറയുന്ന ടോപ്പിക്ക് കുട്ടികളിലെ പനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രോഗലക്ഷണം. പാരൻസ് കുട്ടികളെ നമ്മുടെ ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. പനി എന്നത് ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. അത് നമുക്ക് തരുന്ന ഒരു വാണിംഗ് ആണ്. കുട്ടിക്കകത്ത് അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിലും പനിയുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനകത്ത് എന്തോ ഒരു സംഗതി നടക്കുന്നുണ്ട്. അതൊരു വാണിംഗ് ആണ് പനി. അപ്പോൾ പനിക്ക് എന്താണ് കാരണങ്ങൾ? പല കാരണങ്ങളുമുണ്ട്. പല ഇൻഫെക്ഷൻസ്, അതായത് വൈറൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ചില മരുന്നുകൾ പനി ഉണ്ടാക്കാം, ചില വാതസംബന്ധമായ അസുഖങ്ങൾ, പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങളും പനി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പനി നമുക്കറിയില്ല. ഇപ്പോഴത്തെ പനി മാക്സിമം പനി വൈറൽ ഫീവറുകളാണ്. അപ്പോൾ വൈറൽ ഫീവറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ, കുട്ടി ഹൈ ഗ്രേഡായിട്ട് പനി തുടങ്ങുക. കുട്ടി അതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും, പെട്ടെന്ന് അങ്ങ് പനി തുടങ്ങും. ആ പനി സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെ ഹൈ ഗ്രേഡായിട്ടുണ്ടാവും. പിന്നെ മറ്റുള്ള അസുഖങ്ങൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഇപ്പോൾ ന്യൂമോണിയ പോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ പനി യൂഷ്വലി വളരെ ലോ ഗ്രേഡായിട്ട് തുടങ്ങും. ചെറിയ പനിയായിട്ട് തുടങ്ങിയിട്ട് അത് പിന്നെ ഹൈ ഗ്രേഡായിട്ട് മാറും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഗ്രേഡിലുള്ള പനി ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. ഉദാഹരണത്തിന് ടോൺസിലൈറ്റിസ്, മൂത്രത്തിൽ പഴുപ്പ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഇത് വരുമ്പോൾ ചിലപ്പോൾ തുടക്കം തന്നെ ഹൈ ഗ്രേഡ് പനി ഉണ്ടാവും. പിന്നെ റെസ്പോൺസ് ടു പാരസെറ്റമോളാണ്. അതായത് കുട്ടിക്ക് നമ്മൾ പാരസെറ്റമോൾ സാധാരണ കൊടുക്കുന്ന മരുന്ന്, അതിൽ പാരസെറ്റമോൾ കൊണ്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് ലൈക്ലി ഒരു വൈറൽ ഫീവറിൻ്റെ ലക്ഷണമാണ്. പിന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, പനി ഇല്ലാത്ത സമയത്ത് കുട്ടി എങ്ങനെയാണ്? പനി ഇപ്പം നമ്മൾ പാരസെറ്റമോൾ കൊടുത്തു, പനി ഒരു 6-8 മണിക്കൂർ വരെ പനി ഉണ്ടാവില്ല. ആ സമയത്ത് കുട്ടി എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? കുട്ടി കളിച്ചുകൊണ്ടിരിക്കേണ്ട എല്ലാ ആക്ടിവിറ്റിയൊക്കെ നോർമൽ ആണെങ്കിൽ അത് മോസ്റ്റ് ലൈക്ലി വൈറൽ ഫീവറാണ്. ഇതാണ് സാധാരണ നമ്മൾ വൈറൽ ഫീവറിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് പനി വന്നാൽ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് ആ കുട്ടിക്ക് നമ്മൾ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സാക്കി കൊടുക്കുക. ഒരുപാട് പുതപ്പൊക്കെ വെച്ച് പൊതിച്ച് വെക്കരുത്. കുട്ടിയെ പൊതിഞ്ഞ് വെക്കരുത്. എന്ന് വെച്ചാൽ അത് ടെമ്പറേച്ചർ കൂട്ടാൻ കാരണമാകും. പിന്നെ കുട്ടിക്ക് ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുക. ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. അത് എളുപ്പത്തിൽ ദഹിക്കുന്ന കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ കൊടുക്കുക. ഒരുപാട് നിർബന്ധിച്ച് കൊടുക്കരുത്. യൂഷ്വലി ആ പനി മാറി കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് കൊടുക്കുക. അപ്പോൾ കുട്ടി കഴിച്ചോളും. പിന്നെ കൊടുക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നാണ് പാരസെറ്റമോൾ. ഈ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ പാരസെറ്റമോളിൻ്റെ ഡോസ് തീരുമാനിക്കുന്നത്, കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ചിട്ട്. അതിൽ തന്നെ പാരസെറ്റമോൾ പല ഇതിലുമുണ്ട്. അതായത് ഈ വളരെ ചെറിയ കുട്ടി കൊടുക്കുന്ന സിറപ്പിൽ 125 മില്ലിഗ്രാം 5 ml ഉണ്ട്, 250 മില്ലിഗ്രാം 5 ml ഉണ്ട്, ചിലത് 500 മില്ലിഗ്രാം 5 ml ഉണ്ട്. അതുപോലെ ഡ്രോപ്സ് ഉണ്ട്. പാരസെറ്റമോളിൻ്റെ ഡ്രോപ്പിൽ 1 ml 100 മില്ലിഗ്രാമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞ അതേ ഡോസിൽ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ 125ൻ്റെ ഡോസിൽ 250 കൊടുത്താൽ ഡബിൾ ഡോസായി മാറും. അപ്പോൾ കൃത്യമായി പറഞ്ഞ ഡോസ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. പിന്നെയും പനി കുറയുന്നില്ലെങ്കിൽ ചെറിയ ഹൈഡ്രോതെറാപ്പി എന്ന് പറയും. അതായത് ചെറിയൊരു തുണിയിൽ മുക്കിയിട്ട് ശരീരം മുഴുവൻ തുടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിയെ കുളിപ്പിക്കുക. ഈ ഹൈഡ്രോതെറാപ്പി കൊടുക്കുമ്പോൾ, തുണി നനച്ച് കൊടുക്കുമ്പോൾ ഐസ് വെള്ളത്തിൽ ഉപയോഗിക്കരുത്. ഐസ് വെള്ളം ഉപയോഗിച്ചാൽ കുട്ടിക്ക് കുട്ടിക്ക് ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടാവും, കുട്ടി വിറയ്ക്കും, പിന്നെ പനി അങ്ങനെ കൂടും. അപ്പോൾ ഒരു നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചെറിയ ചൂടാക്കിയ വെള്ളത്തിൽ വേണം തുടപ്പിച്ച് കൊടുക്കാൻ. പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത്, പാരൻസ് ചോദിക്കുന്നത്, ആൻറ്റിബയോട്ടിക് കൊടുക്കണോ? മുമ്പ് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് കൊടുത്ത് പനി മാറിയിട്ടുണ്ടാവാം. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി മാക്സിമം പനികളും വൈറൽ ഫീവറാണ്. അതിൽ ആൻറ്റിബയോട്ടിക്കിന് ഒരു റോളും ഇല്ല. ഈ ആൻറ്റിബയോട്ടിക് പല സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കും. ചില മരുന്നുകളിൽ കുട്ടികൾക്ക് വയറിളക്കം വരും. അപ്പോൾ പിന്നെ കഷ്ടകാലത്തിന് കുട്ടിക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഞാൻ പറഞ്ഞില്ല, വൈറൽ ഫീവറിൽ ആൻറ്റിബയോട്ടിക്കിന് റോളില്ല. കുട്ടിയെ പനി വന്നാൽ ഉടനെ ടെസ്റ്റ് ചെയ്യണോ? ഡോക്ടർ നിർദ്ദേശപ്രകാരം ഇല്ലാതെ ഒരു ടെസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വൈറൽ ഫീവറുകളിലൊന്നും ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ കുട്ടി കൂടുതൽ കണ്ടീഷൻ മോശമാവുക, ഞാൻ എന്തൊക്കെ കണ്ടീഷനിലാണ് നമുക്ക് കൂടുതൽ പരിശോധന വേണ്ടതെന്ന് പറയാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രം ടെസ്റ്റ് ചെയ്യുക. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം. അടുത്തൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നത്, കുട്ടിയെ സ്കൂളിൽ വിടാമോ? കുട്ടി പാരസെറ്റമോൾ കൊടുത്തു, കുട്ടി കളിച്ചു തുടങ്ങി, ഞാൻ കുട്ടിയെ നാളെ സ്കൂളിൽ വിടട്ടെ? പക്ഷേ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ വിശ്രമവും ഒരു പാർട്ട് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. കുട്ടി റെസ്റ്റ് എടുത്താൽ മാത്രമേ അസുഖം മാറുള്ളൂ. തൽക്കാലം പാരസെറ്റമോൾ കൊടുത്ത് പനി മാറി വെച്ചിട്ട് കുട്ടി സ്കൂളിൽ പോയി കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ പനി തിരിച്ചു വരും. അതുപോലെ ഈ കുട്ടിയിൽ നിന്ന് മറ്റുള്ള കുട്ടികൾക്കും പനി വരാനുള്ള സാധ്യത വളരെ ഉണ്ട്. അതുകൊണ്ട് പനിയുള്ള കുട്ടി അല്ലെങ്കിൽ പനി തൽക്കാലത്തേക്ക് മാറി നിന്നാലും സ്കൂളിൽ വിടാതിരിക്കുകയാണ് നല്ലത്. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഗൗരവകരമായി കണക്കാക്കേണ്ടത്? സാധാരണ പനിയല്ല. അതായത് കുട്ടിക്ക് വളരെ ഹൈ ഗ്രേഡ് ഫീവർ വരിക, കുട്ടിക്ക് കടുത്ത ക്ഷീണം, പാരാസെറ്റമോൾ കൊടുത്തിട്ടും കുട്ടിയുടെ പനി മാറുന്നില്ല, അല്ലെങ്കിൽ പനി മാറിയാലും കുട്ടി വളരെ ക്ഷീണിച്ച് ഇരിക്കുക, കുട്ടിക്ക് തലവേദന, ഛർദി,
എന്ത് മരുന്ന് കൊടുത്തും ഛർദി നിൽക്കുന്നില്ല, വയറിളക്കം, അല്ലെങ്കിൽ മലത്തിൽ കൂടെ ബ്ലഡ് പോവുക, അല്ലെങ്കിൽ കുട്ടിക്ക് വെളിച്ചം കാണുമ്പോൾ ഭയങ്കര ഒരു ഫോട്ടോഫോബിയ എന്ന് പറയും, അതായത് വെളിച്ചം കാണാൻ പറ്റില്ല അങ്ങനെ. പിന്നെ കഴുത്ത് ഇങ്ങനെ മടക്കുമ്പോൾ വേദന, ശ്വാസം മുട്ട്, അല്ലെങ്കിൽ ഫിറ്റ്സ്. ചില കുട്ടികൾ പനി വരുമ്പോൾ ഒരു 6 മാസം തൊട്ട് 5 വയസ്സുള്ള കുട്ടികളിൽ ഒരു 5% പനി വരുമ്പോൾ ഫിറ്റ്സ് വരും, അപസ്മാരം പോലെ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉടനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരണം. നമ്മൾ വെറുതെ പാരസെറ്റമോൾ കൊടുത്ത് വീട്ടിലിരിക്കരുത്. അതുപോലെ തന്നെ 3 മാസം താഴെയുള്ള ഏത് കുട്ടിക്കും എന്ത് പനി വന്നാലും ഉടനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരണം. അത് സീരിയസ് ഇൻഫെക്ഷൻ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വൈദ്യസഹായം തേടേണ്ടത്.